നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. കടയ്ക്കലിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. അമിത പലിശയ്ക്ക് പണം കടം നൽകുന്ന ട്രാവൽ ഏജൻസി ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടപാടുകാരിൽ നിന്നും ഈടുവാങ്ങിയ മുദ്രപത്രങ്ങളും ബ്ലാങ്ക് ചെക്കുകളും പാസ്പോർട്ടുകളും SSLC ബുക്കുകളും പിടിച്ചെടുത്തു. ആര്യങ്കാവ് ഗിരിജൻ കോളനിയിൽ പ്രസവ ശുശ്രൂഷ ലഭിക്കാതെ ചോരക്കുഞ്ഞുമായി കഴിഞ്ഞ ആദിവാസി യുവതിക്ക് പത്തനാപുരം ഗാന്ധി ഭവന്റെ സംരക്ഷണം. സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാകയോട് അനാദരവ്. പത്തനാപുരം തലവൂരിലും കടയ്ക്കൽ ചുണ്ടയിലും ജനങ്ങളുടെ പ്രതിഷേധം. കടയ്ക്കലിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര ഭവൻ പ്രവർത്തനം തുടങ്ങി. സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നാസറുദ്ദീൻ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കടയ്ക്കലിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. അമിത പലിശയ്ക്ക് പണം കടം നൽകുന്ന ട്രാവൽ ഏജൻസി ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടപാടുകാരിൽ നിന്നും ഈടുവാങ്ങിയ മുദ്രപത്രങ്ങളും ബ്ലാങ്ക് ചെക്കുകളും പാസ്പോർട്ടുകളും SSLC ബുക്കുകളും പിടിച്ചെടുത്തു. കടയ്ക്കൽ കുറ്റിക്കാട് ശങ്കർ നഗർ സ്വദേശി ഷാജിയാണ് പിടിയിലായത്. കടയ്ക്കൽ കേന്ദ്രീകരിച്ച് ട്രാവൽ ഏജൻസി നടത്തിവരികയായിരുന്നു ഇയാൾ. നിരവധി ആളുകൾ ഇയാൾക്കെതിരെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കടയ്ക്കൽ CI V. ഹരികുമാർ, SI AM ഖബീർ എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഇയാളുടെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ 10 പാസ്പോർട്ടുകളും നിരവധി ചെക്കുകളും മുദ്രപത്രങ്ങളും SSLC ബുക്കുകളും പോലീസ് പിടിച്ചെടുത്തു. വ്യാജരേഖ ചമച്ച് പാസ്പോർട്ട് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ മുൻപ് കേസെടുത്തിരുന്നു. ചടയമംഗലം, കടയ്ക്കൽ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ വിവിധ കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ആര്യങ്കാവ് ഗിരിജൻ കോളനിയിൽ പ്രസവ ശുശ്രൂഷ ലഭിക്കാതെ ചോരക്കുഞ്ഞുമായി കഴിഞ്ഞ ആദിവാസി യുവതിയുടെ സംരക്ഷണം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് യുവതിയെയും ചോരക്കുഞ്ഞടക്കം 2 പെൺകുട്ടികളെയും ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. പ്രസവ ചികിത്സയ്ക്കും ശുശ്രൂഷയ്ക്കും പരസഹായമില്ലാതെ ആദിവാസി കോളനിയിൽ ഒറ്റപ്പെട്ട യുവതിയെയും ചോരക്കുഞ്ഞടക്കം 2 പെൺകുട്ടികളെയുമാണ് ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. ശനിയാഴ്ച പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് യുവതിയെ അധികൃതർ ഏറ്റെടുത്തത്. 2 ആഴ്ച മുൻപ് പെൺകുഞ്ഞിന് ജന്മം നൽകിയ യുവതിക്ക് പ്രസവ ചികിത്സ നൽകാനും ശുശ്രൂഷിക്കാനും ബന്ധുക്കളാരുമുണ്ടായില്ല. ഭർത്താവ് ഉപേക്ഷിച്ച യുവതിയാകട്ടെ 1.5 വയസ്സുള്ള മറ്റൊരു മകൾക്കൊപ്പം ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. യുവതിയുടെ പ്രസവം നടന്ന് 1 ആഴ്ച പിന്നിട്ടപ്പോൾ വിവരമറിഞ്ഞ ആദിവാസി എക്സ്റ്റൻഷൻ ഓഫീസർ S. വിധുവും സംഘവും ഗിരിജൻ കോളനിയിൽ യുവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു. പ്രസവാനന്തര ചികിത്സ പൂർത്തിയായതിനെ തുടർന്നാണ് ഗാന്ധി ഭവൻ അധികൃതർ താലൂക്ക് ആശുപത്രിയിലെത്തി ആദിവാസി യുവതിയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. 4 പെൺകുട്ടികളുടെ മാതാവായ 24-കാരിയുടെ മറ്റ് 2 മക്കളായ ഉഷയും സൂര്യയും ഭർത്തൃമാതാവിനൊപ്പമാണ് കഴിയുന്നത്. വിജയമ്മയുടെ സഹോദരി ശാന്തി എന്ന യുവതിയുടെ സംരക്ഷണം മാസങ്ങൾക്ക് മുൻപ് ഗാന്ധി ഭവൻ ഏറ്റെടുത്തിരുന്നു. അനാഥയായ അവസ്ഥയിൽ ഗാന്ധി ഭവൻ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സ്വീകരിക്കാമെന്ന് സമ്മതിക്കുന്നു. ഗാന്ധി ഭവനിലെ പ്രവർത്തകരും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സഞ്ജീവ്, അതുപോലെ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയത്തിലെ ഉന്നതരായ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ വിജയമ്മയും കുഞ്ഞിനെയും ഞങ്ങൾ ഗാന്ധി ഭവൻ പ്രവർത്തകർക്ക് കൈമാറുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വാതന്ത്ര്യദിനത്തിൽ തലവൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ദേശീയ പതാക ഉയർത്തിയത് വിളക്കുകാലിൽ. പഞ്ചായത്തിന്റെ അലക്ഷ്യമായ നടപടിയിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയും DYFIയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ദേശീയ പതാകയെ അനാദരിച്ചതായി ആക്ഷേപിച്ച് DYFI യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. തലവൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉയർത്തിയ ദേശീയ പതാക പഞ്ചായത്ത് കെട്ടിടത്തിന്റെ വൈദ്യുതി വിളക്കിന്റെ കമ്പിയിൽ അലക്ഷ്യമായി കെട്ടിയതായി ആരോപിച്ചായിരുന്നു DYFI യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. സംഭവത്തെ തുടർന്ന് DYFI യുവമോർച്ച പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പത്തനാപുരം CI വേലായുധൻ നായർ, കുന്നിക്കോട് SI എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന അധികൃതരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഈ ആഘോഷ പരിപാടികൾ വമ്പിച്ച വിപുലമായ രൂപത്തിൽ നടത്തപ്പെടുമ്പോൾ
ഒരു പ്രാദേശിക ഗവൺമെന്റ് ആയിട്ടുള്ള തലവൂർ ഗ്രാമപഞ്ചായത്ത് ഇത്രയധികം ഈ ദേശീയ പതാകയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, ഈ രാജ്യത്തെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ തലവൂരിലെ ഈ ജനങ്ങളെ ആകെ, തലവൂരിലെ കുഞ്ഞുകുട്ടികൾ അടക്കം എതിർപ്പ് പ്രകടിപ്പിച്ച ഈ ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് വമ്പിച്ച പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടക്കൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ചുണ്ട പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ പതാക തലതിരിച്ച് സ്ഥാപിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. പിന്നീട് നാട്ടുകാർ തന്നെയാണ് ഇത് മാറ്റി സ്ഥാപിച്ചത്. ഔദ്യോഗിക തലങ്ങളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പോലും ദേശീയ പതാകയോട് അനാദരവ് കാട്ടുന്നത് പതിവാണ്. ഇത്തരമൊരു കാഴ്ചയ്ക്കാണ് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ചുണ്ട പ്രാഥമികാരോഗ്യ കേന്ദ്രം വേദിയായത്. ദേശീയ പതാക തലതിരിച്ച് സ്ഥാപിച്ച സംഭവം നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയെങ്കിലും പതാകയോടുള്ള അനാദരവ് തടയാനായി നാട്ടുകാർ തന്നെ പിന്നീട് ഇത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ദേശീയ പതാകയിലെ ഹരിതവർണ്ണം മുകളിലാക്കിയാണ് അലക്ഷ്യമായ രീതിയിൽ പതാക സ്ഥാപിച്ചത്. മാത്രമല്ല, ദേശീയ പതാകയുടെ അളവിലെ അനുപാതത്തിന് വിപരീതമായി തിരശ്ചീന ദിശയിലാണ് പതാക നാട്ടിയത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം താലൂക്ക് ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ നിന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും പ്രസിഡന്റുമാർ വിട്ടുനിന്നു. ജനപ്രതിനിധികൾ വിട്ടുനിന്ന നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പത്തനാപുരം താലൂക്ക് ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാനും പങ്കെടുക്കാതിരുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. താലൂക്ക് രൂപീകരണത്തിന് ശേഷം ആദ്യമായി നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കുകൊള്ളാതെ വിട്ടുനിന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരനും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് DCC അംഗം പള്ളിത്തോപ്പിൽ ഷിബു ആവശ്യപ്പെട്ടു. ഈ പത്തനാപുരം താലൂക്കിന്റെ ആദ്യ സ്വാതന്ത്ര്യദിന സമ്മേളനം ഇവിടെ നടന്നപ്പോൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ ഇതിൽ പങ്കെടുക്കാതെ അവർ മാറിയുന്നത് ഒരിക്കലും ഒരു രാജ്യസ്നേഹം അവരിൽ ഉണ്ട് എന്ന് പറയുവാൻ യാതൊരു കാരണവശാലും പറ്റാത്ത ഒരവസ്ഥയാണ്. അവര് ഇതിന് ഈ രാജ്യത്തോട് കാണിക്കുന്ന ഒരു അനീതി തന്നെയാണ് എന്ന് നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നു. രാജ്യസ്നേഹവും ദേശാഭിമാനവും ഇല്ലാത്ത ജനപ്രതിനിധികൾ തൽസ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും പള്ളിത്തോപ്പിൽ ഷിബു ആവശ്യപ്പെട്ടു. ഇവർ ജനങ്ങളോട് മാപ്പ് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വർഗീയതയ്ക്കും അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. AIYF പുനലൂർ അഞ്ചൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുനലൂരിലായിരുന്നു സമരസംഗമം. AIYF സംസ്ഥാന പ്രസിഡന്റ് G. കൃഷ്ണപ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കും വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ സ്വാതന്ത്ര്യത്തെ അർത്ഥപൂർണ്ണമാക്കുവാനെന്ന മുദ്രാവാക്യമുയർത്തിയാണ് AIYF സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ സമരസംഗമം സംഘടിപ്പിച്ചത്. അഞ്ചൽ പുനലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പുനലൂരിൽ സമരസംഗമം നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് TB ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ മാർക്കറ്റ് ജംഗ്ഷനിലെ സംഗമവേദിയിലെത്തിയത്. സദാക്കൾ മുദ്രാവാക്യം നിർത്തിയിട്ട് ഈ ലോക നടപടികൾ ആരംഭിക്കുന്നതായുണ്ട്. തുടർന്ന് നടന്ന സമ്മേളനം AIYF സംസ്ഥാന പ്രസിഡന്റ് G. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജനവിരുദ്ധ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരേ തൂവൽ പക്ഷികളാണെന്നും UPS സർക്കാരിന്റെ പരാജയ കാരണം തെറ്റായ സാമ്പത്തിക നയങ്ങളും അഴിമതിയുമായിരുന്നുവെന്നും G. കൃഷ്ണപ്രസാദ് ചൂണ്ടിക്കാട്ടി. 6.5 പതിറ്റാണ്ട് പിന്നിടുന്ന നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെയുള്ള ഇത്രയും ദീർഘകാലത്തിനിടയിൽ നാളിതുവരെ രാജ്യത്ത് ഏറ്റവും ദീർഘനാൾ രാഷ്ട്രീയ അധികാരം കൈവശം വച്ചു പുലർത്തിയിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസും ഇടക്കാലത്തും ഇപ്പോഴിതാ വീണ്ടും രാജ്യത്ത് അധികാരത്തിലേറിയ BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളും ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീര ദേശാഭിമാനികളുടെ വീരമൃത്യു വരിച്ച രക്തസാക്ഷികളുടെ സ്വപ്നങ്ങൾക്കും സങ്കല്പങ്ങൾക്കും വിരുദ്ധമായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ പണാധിപത്യത്തിന്റെ കാൽ കീഴിൽ അടിയറ വയ്ക്കപ്പെടുന്ന സമയത്താണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന പ്രസ്ഥാനം എന്ന തരത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അർത്ഥപൂർണമാക്കുന്നതിന് ചെറുപ്പത്തിന്റെ ഒരു പുതിയ സമരനിര ഉയർന്നു വരണമെന്ന മുദ്രാവാക്യവുമായി AIYF രാജ്യത്തെ ബഹുജനങ്ങളെയും ചെറുപ്പത്തെയും സംഘടിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അഡ്വക്കേറ്റ് F. കാസ്ലസ് ജൂനിയർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. VS പ്രവീൺകുമാർ സ്വാഗതം പറഞ്ഞു. AIYF അഞ്ചൽ മണ്ഡലം സെക്രട്ടറി വൈശാഖ് സീദാസ് സ്വാതന്ത്ര്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് സമിതി അംഗം M. സലീം, CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദ്, അഞ്ചൽ മണ്ഡലം സെക്രട്ടറി KC ജോസ്, പുനലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി K. രാധാകൃഷ്ണൻ, പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തണമെങ്കിൽ നിറഞ്ഞൊഴുകുന്ന മലിനജലം ചവിട്ടിക്കടക്കണം.
അധികൃതരുടെ കൺമുന്നിൽ ജനം ദുരിതമനുഭവിച്ചിട്ടും പരിഹാര നടപടിയില്ല. മലിനജലം നിറഞ്ഞൊഴുകി കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശം ദുർഗന്ധം വമിച്ചിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു. കൊട്ടാരക്കരയുടെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്ത് ഓഫീസിൽ ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി വന്നു പോകുന്നത്. രോഗമൊന്നുമില്ലാതെ എന്തെങ്കിലും ആവശ്യത്തിന് പഞ്ചായത്ത് ഓഫീസിലെത്തിയാൽ പകർച്ചവ്യാധി രോഗങ്ങൾ പിടിപെടുമെന്നതിൽ സംശയമില്ല. മൂന്നാമത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ശൌചാലയങ്ങളുടെ പൈപ്പുകൾ തകർന്ന് മലിനജലം ഓഫീസിന് മുന്നിൽ കെട്ടിക്കിടക്കുകയാണ്. മലിനജലത്തിൽ കാൽ ചവിട്ടാതെ പഞ്ചായത്തിനുള്ളിൽ പ്രവേശിക്കാനുമാകില്ല. ഒഴുകിയെത്തുന്ന മലിനജലം പായൽ രൂപത്തിൽ കെട്ടിനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കൊതുകും കൂത്താടി മുട്ടയിട്ട് പെരുകിക്കിടക്കുന്നു. മഴക്കാലമായാൽ രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസുകൾ നാടുനീളെ നടത്തുന്ന അധികൃതരുടെ മൂക്കിനു താഴെയാണ് ഈ വിരോധാഭാസം. ഈ ശൌചാലയങ്ങളിൽ നിന്നെത്തുന്ന മലിനജലം പഞ്ചായത്ത് ഓഫീസ് മന്ദിരത്തിനും പുറകിലുള്ള ടാങ്കുകളിലാണ് നിറയുന്നത്. എന്നാൽ ടാങ്കിന്റെ മൂടിയും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. മലിനജലത്താൽ പായൽ പിടിച്ച പഞ്ചായത്ത് മുറ്റത്ത് നിരവധി പേരാണ് കാൽ വഴുതി വീഴുന്നത്. മഴ കനത്തിട്ടും യാതൊരുവിധ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്താത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. NGO അസോസിയേഷൻ പുനലൂർ ബ്രാഞ്ചിന്റെ 40ാം വാർഷിക സമ്മേളനം പുനലൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ പുനലൂർ ബ്രാഞ്ചിന്റെ 40ാം വാർഷിക സമ്മേളനം പുനലൂർ NSS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് ബ്രാഞ്ച് പ്രസിഡന്റ് H. നിസാമിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം NGO സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷം നമ്മൾ അറിയാതെ ഒരു ആനുകൂല്യവും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ അറിയാതെ എന്ന് പറഞ്ഞാൽ കേവലം നമ്മളുടെ ഒരു അറിവല്ല, നമ്മളുടെ ശക്തമായ സമർത്ഥനമോ അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളോ ഇല്ലാതെ ഒരു ആനുകൂല്യവും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ NGO അസോസിയേഷന്റെ രൂപീകരണത്തിന് മുമ്പ് ഇതായതിന്റെ സ്ഥിതി. ഈ സംഘടന രൂപീകരിക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാന സിവിൽ സർവീസിൽ സമരങ്ങളിൽ പരാജയപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. എന്ത് സമരം ചെയ്താലും അത് വിജയിക്കുന്നില്ല. ഗവൺമെന്റുകൾ സമരങ്ങളെ അടിച്ചമർത്തുന്നു, സമരങ്ങൾ ഏകപക്ഷീയമാകുന്നു, സമരങ്ങളിൽ ജീവനക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. NGO സംസ്ഥാന സെക്രട്ടറി N. രവികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി B. ബീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം M. ടി ഷാ, ജില്ലാ ട്രഷറർ B. സുരേന്ദ്രൻ നായർ, ജില്ലാ വൈസ് പ്രസിഡന്റ് C. അനിൽ ബാബു, ജില്ലാ വനിതാ ഫോറം കൺവീനർ D. P. ശ്രീലത, ബ്രാഞ്ച് ട്രഷറർ റോണി C. അലക്സാണ്ടർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. അവശരോഗികൾക്കും നിർധനർക്കും സഹായം ലഭ്യമാക്കുന്ന ജീവകാരുണ്യ പദ്ധതിക്ക് ചിതറ സർക്കാർ LP സ്കൂളിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വേറെ ഒരു കുടുക്ക ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞേക്കാം. ഇത് നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂൾ PTA പ്രസിഡന്റ് A. ഹംസ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും സ്വരൂപിക്കുന്ന പണമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുക. ഇതിനായി ക്ലാസ് മുറികളിൽ പ്രത്യേക വഞ്ചികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാഹരിക്കുന്ന തുക ഉടൻ തന്നെ അർഹരായവർക്ക് കൈമാറി നിർധനരെ സഹായിക്കുന്നതാണ് പദ്ധതി. PTA വൈസ് പ്രസിഡന്റ് PL ബൈജു, പ്രഥമാധ്യാപിക നബീസത്ത് BV തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടയ്ക്കൽ യൂണിറ്റ് പുതുതായി നിർമ്മിച്ച വ്യാപാര ഭവൻ പ്രവർത്തനം തുടങ്ങി. സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നാസറുദ്ദീൻ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിൽ നല്ലത് മാത്രം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദുവായി വ്യാപാരികൾ പ്രവർത്തിക്കണമെന്ന് T. നാസറുദ്ദീൻ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് N. ഗോപിനാഥൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി P. രാജേന്ദ്ര പ്രസാദ് സ്വാഗതം പറഞ്ഞു. വ്യാപാര ഭവൻ പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം കൊല്ലം MP N. K. പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം MLA മുല്ലക്കര രത്നാകരനും കോൺഫറൻസ് ഹാൾ സംസ്ഥാന സെക്രട്ടറി S. ദേവരാജനും ഡൈനിംഗ് ഹാൾ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലതയും ഉദ്ഘാടനം ചെയ്തു. കടയ്ക്കൽ ടൌണിന് സമീപം 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുതിയ വ്യാപാര ഭവൻ യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. സാക്ഷരതാ മിഷൻ ഒറ്റക്കൽ തുടർ വിദ്യാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി പായസ വിതരണവും നടന്നു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഒറ്റക്കൽ തുടർ വിദ്യാ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക ക്ലബ്ബിലെ കുട്ടികൾ ചേർന്നാണ് പായസ വിതരണം നടത്തിയത്. ആലപ്പുഴയിൽ നിന്നും വിനോദയാത്രയ്ക്ക് തെന്മലയിലെത്തിയ സാക്ഷരതാ മിഷൻ പ്രവർത്തകരും ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു. സാക്ഷരതാ മിഷൻ ഒറ്റക്കൽ തുടർ വിദ്യാ കേന്ദ്രം കോർഡിനേറ്റർ R. ദിലീപ് കുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. ചിതറ കിഴക്ക് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ശതാബ്ദി സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു.
കൊച്ചാലമൂട് മന്നം നഗറിൽ നടന്ന സമ്മേളനം NSS നായക സഭാംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ചിതറ S. രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് D. രാജേന്ദ്രബാബു ചടങ്ങിൽ അധ്യക്ഷനായി. യൂണിയൻ പ്രതിനിധി അംഗം B. രാധാകൃഷ്ണക്കുറുപ്പ് സ്വാഗതം പറഞ്ഞു. കരയോഗം സെക്രട്ടറി N. രവീന്ദ്രൻപിള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് KG വിജയകുമാർ, യൂണിയൻ സെക്രട്ടറി C. ജയപ്രകാശ്, MSS സെക്രട്ടറി S. വിജയകുമാരൻ പിള്ള, HRD കോർഡിനേറ്റർ N. രാധാകൃഷ്ണപിള്ള, NSS ഇൻസ്പെക്ടർ T. അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടയ്ക്കലിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. അമിത പലിശയ്ക്ക് പണം കടം നൽകുന്ന ട്രാവൽ ഏജൻസി ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടപാടുകാരിൽ നിന്നും ഈടുവാങ്ങിയ മുദ്രപത്രങ്ങളും ബ്ലാങ്ക് ചെക്കുകളും പാസ്പോർട്ടുകളും SSLC ബുക്കുകളും പിടിച്ചെടുത്തു. ആര്യങ്കാവ് ഗിരിജൻ കോളനിയിൽ പ്രസവ ശുശ്രൂഷ ലഭിക്കാതെ ചോരക്കുഞ്ഞുമായി കഴിഞ്ഞ ആദിവാസി യുവതിക്ക് പത്തനാപുരം ഗാന്ധി ഭവന്റെ സംരക്ഷണം. സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാകയോട് അനാദരവ്. പത്തനാപുരം തലവൂരിലും കടയ്ക്കൽ ചുണ്ടയിലും ജനങ്ങളുടെ പ്രതിഷേധം. കടയ്ക്കലിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര ഭവൻ പ്രവർത്തനം തുടങ്ങി. സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നാസറുദ്ദീൻ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.